തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വിദ്യാർത്ഥിക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം വാഴിച്ചാൽ ഇമ്മാനുവൽ കോളേജിലാണ് സംഭവം. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, നിരന്തരമായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു. ഇപ്പോൾ എന്ത് കാരണത്താലാണ് സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്? ഹരിത, തലസ്ഥാനത്ത് മറ്റൊരു ആക്രമണം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് വിദ്യാർത്ഥികൾ തമ്മിലുള്ള മർദ്ദനം. തിരുവനന്തപുരം നെയ്യാറ്റിൻകര വാഴിച്ചാലിലെ ഇമ്മാനുവൽ കോളേജിനുള്ളിലാണ് വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചത്. ഒന്നാം വർഷ വിദ്യാർത്ഥിയായ അഭിഷേകിനെയാണ് മൂന്നാം വർഷ വിദ്യാർത്ഥിയായ ജിതിൻ മർദ്ദിച്ചിരിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ അഭിഷേകിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മുൻവൈരാഗ്യമാണ് മർദ്ദന കാരണമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഒരു മാസം മുമ്പ് ഇവർ തമ്മിലുള്ള പ്രശ്നമുണ്ടായിരുന്നു. അത് സംസാരിച്ച് ഒതുക്കി തീർക്കാനായി എത്തിയിരുന്നു. അതിനെ തുടർന്നുണ്ടായ തർക്കത്തിലാണ് പിന്നീട് വീണ്ടും മർദ്ദനത്തിൽ കലാശിച്ചത്. ഏതായാലും ഈ വിഷയത്തിൽ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ പരാതിയുമായി കോളേജിൽ പോയിട്ടുണ്ട്. മാനേജ്മെന്റ് ഇതുമായി ബന്ധപ്പെട്ട കാര്യമൊന്നും പ്രതികരിച്ചിട്ടില്ല. ഏതായാലും പുറത്ത് അറിയാതെ പരമാവധി ഒതുക്കി തീർക്കാനുള്ള ശ്രമമുണ്ടോ എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു ക്രൂരമർദ്ദനമാണ്. അത് ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. 1 മിനിറ്റിൽ താഴെ മാത്രമുള്ള ദൃശ്യമാണ്. അതിൽ തന്നെ കഴുത്തിന് കുത്തിപ്പിടിച്ചും ശരീരത്തും കടുത്ത രീതിയിൽ ആക്രമിക്കുന്നു. കഴുത്തിനും മുഖത്തുമൊക്കെ ആഞ്ഞടിക്കുന്ന ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമാണ്. അത്രത്തോളം ക്രൂരമായ മർദ്ദനമാണ് സീനിയർ വിദ്യാർത്ഥി നടത്തിയിരിക്കുന്നത്. റാഗിങ്ങിന് ഉൾപ്പെടുത്താനുള്ള നടപടികൾ എടുക്കാം. റാഗിങ്ങിനുള്ളിൽ തന്നെ നടപടിയെടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള വിഷയം തന്നെയാണ്. വളരെ ഗൗരവമുള്ള ഒരു സംഭവത്തെ കോളേജ് ഇതുവരെയും പ്രതികരിച്ചില്ല. ഏതായാലും പരാതിയുമായി മുന്നോട്ട് പോകാനാണ് ഈ അഭിഷേകിന്റെ മാതാപിതാക്കളുടെ തീരുമാനം. ഹരിത. ശരി വിഷ്ണു, ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ പോയിട്ട് വരാം. വിഷ്ണു, അതിൽ അവരുടെ സംഭാഷണങ്ങൾ കേൾക്കാം. മതി ചത്തു എന്നുള്ള അങ്ങനെയുള്ള പല പ്രയോഗങ്ങളും അതിൽ വിദ്യാർത്ഥികൾ പറയുന്നതായി കേൾക്കാം. ഈ കോളേജിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി ഇനി എങ്ങനെയായിരിക്കും? അവർ നടപടി എടുക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഇതുവരെ നടപടി എടുത്തില്ല, പക്ഷേ ഇതൊരു വാർത്തയായ സ്ഥിതിക്ക് കോളേജിന് മറ്റൊരു നടപടിയിലേക്ക് കടന്നല്ലേ പറ്റും? ഹരിത, കോളേജ് ഇതുവരെയും അതുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റ് പ്രതികരണം നൽകിയിട്ടില്ല. ഏതായാലും ആ വിഷയത്തിൽ മാതാപിതാക്കൾക്ക് പോലും മറുപടി ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും അഭിഷേകിന്റെ മാതാപിതാക്കൾ കടുത്ത നടപടിയിലേക്ക് കടക്കാനുള്ള തീരുമാനമാണ്. പിന്നീട് ഇത് പോലീസിലേക്ക് പരാതിപ്പെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഏതായാലും നിലവിൽ ഇത് വലിയ പരാതിയായി ഉയർന്നിട്ടില്ലെങ്കിൽ പോലും ക്രൂര മർദ്ദനം ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. മുമ്പുണ്ടായ മർദ്ദനവും അതിനുശേഷമുള്ള വൈരാഗ്യത്തെ തുടർന്നുള്ള ആക്രമണം തന്നെയാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഇത് കടുത്ത രീതിയിലുള്ള ഒരു ആക്രമണം തന്നെയാണ്. ശരീരത്ത് വലിയ സാരമായ പരിക്കുകൾ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ആക്രമണം. ഏതായാലും സീനിയർ വിദ്യാർത്ഥിക്കെതിരെ നടപടിയെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിലവിൽ അഭിഷേക് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. മറ്റു കാര്യങ്ങൾ ഇനി പിന്നീട് മാതാപിതാക്കൾ പരാതിയുമായി വരുമ്പോൾ മാത്രമാണ് അറിയാൻ സാധിക്കുന്നത്. ഹരിത. ശരി, വിഷ്ണു കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.